വയനാട് കള്ളാടിയിൽ തിരച്ചിൽ തുടരുകയാണ്. രണ്ടുപേരുടെ മൃതദേഹമാണ് ഇതുവരെ ഈ ദിവസം നടത്തിയ തിരച്ചിൽ കണ്ടെത്തിയത്. ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാന്റെയും രാഹുൽ ശർമ്മയുടെയും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മീനാക്ഷി പുഴയ്ക്ക് സമീപത്ത് നടത്തിയ തിരച്ചിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായുണ്ട്. ഷഹീദ്, രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ വിവരം നേരത്തെ പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചതാണ്. അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ നാളെയും വയനാട്ടിൽ മഴയായിരിക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അല്പം മുമ്പ് വന്നതാണ്. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? തിരച്ചിൽ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടോ? രതീഷ, തിരച്ചിൽ ഈ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കനത്ത മഴ ഉണ്ട്, പക്ഷേ രണ്ട് മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഒന്ന് രാഹുൽ ശർമ്മ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറാണ്. ഒപ്പം തന്നെ മുഹമ്മദ് ഇമ്രാൻ. ഈ രണ്ടുപേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മീനാക്ഷി പാലത്തിന് സമീപത്തുള്ള സൈറ്റ് 1 പ്രദേശത്തിനടുത്ത് സമീപത്ത് വെച്ചാണ് ആ തിരച്ചിലിടയിലാണ് മൃതദേഹം കണ്ടത്. അവിടെ ഇന്ന് രാവിലെ അല്പം മഴ കുറവായിരുന്നു. ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ട്, പക്ഷേ ആ മഴ കുറഞ്ഞതോടുകൂടി പുഴയിലെ വെള്ളം കുറച്ചു. പക്ഷേ ഇന്നലെ അവിടെ അപകടത്തിൽപ്പെട്ട ആ ബസ്, ഈ തൊഴിലാളികൾക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് പുഴയിലേക്ക് മറിഞ്ഞിരുന്നു. ആ ബസ് ഇന്നലെ അവിടെ ഒന്നും രാത്രിയോടുകൂടി നീക്കാൻ പറ്റിയിരുന്നു. അല്പം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ആ ബസ്സിൻ്റെ അടിയിൽപ്പെട്ടിരുന്ന 2 മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് ഇന്ന് വീണ്ടും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയുണ്ട്, തിരച്ചിലിനത് പ്രയാസമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ആ ഭാഗം കേന്ദ്രീകരിച്ച് ഈ മീനാക്ഷി പാലത്തിൻ്റെ അടിയിലും ഈ മീനാക്ഷി പുഴയുടെ ഇരു തീരത്തുകളുമായി കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മീനാക്ഷി പുഴയുടെ ഈ 2 തീരങ്ങളിലും ആ പുഴയിൽ ഈ സൈറ്റിൽ നിന്നും അപകടത്തിനെ തുടർന്ന് ഒഴുകി വന്ന അവിടുത്തെ ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ബസ് ഉൾപ്പെടെയുള്ളവ പുഴയിലുണ്ടായിരുന്നു. അതിനിടയിൽ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. വളരെ ദുഃഖകരമായ കാഴ്ചയും കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ രാഹുൽ ശർമ്മയുടെ കുടുംബം ഇവിടെയുണ്ട്. രാഹുൽ ശർമ്മയുടെ ഭാര്യ ഒക്കെ ഇവിടെയുണ്ട്. കമലയാണ് ഭാര്യ. അവർ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അവർ ഇവിടെ കഴിയുന്നുണ്ട്. ഭാര്യ ഇന്നലെയൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു. ഭർത്താവിൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അവിടെ നിന്നും തിരിച്ചു വരും, എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് അവരുടെ ചേതനയേറ്റ മൃതദേഹം ഇവിടെ ലഭിച്ചത്. ബന്ധുക്കളുണ്ടായിരുന്നു, സഹോദരനും പിതാവും ഒക്കെ ഉണ്ടായിരുന്നു. അവർ വിങ്ങിപ്പൊട്ടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് ഇമ്രാൻ്റെയും ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരും വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടുന്ന് മടങ്ങിയത്. ഏതായാലും അങ്ങനെ ദുരന്തഭൂമിയിൽ അങ്ങനെ കണ്ണീർ വീഴുന്ന കാഴ്ചയും നമുക്ക് കണ്ണീർ കാഴ്ചയും ബന്ധുക്കളുടെ ഇവിടെ നിന്നും കാണാൻ, സങ്കടകരമായ കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും 3 പേർ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച്, ഈ പാലത്തിന്റെ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുഴ ഇവിടെ അടിഭാഗത്തും ഊർജിതമായിട്ടാണല്ലോ ഷഹീദ് നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയത്. അതിൽ 1ഉം 2ഉം സോൺ അല്ലേ? ഒന്നാമത്തെ സോണാണ് ഈ ഫലത്തിന്റെ ഭാഗം. അവിടെ നിന്നാണോ ഈ മൃതദേഹങ്ങൾ കിട്ടിയത്? അതെ, സോൺ 1-ൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ആദ്യത്തെ മൃതദേഹം സോൺ 1-ൽ നിന്ന്, രണ്ടാമത്തെ മൃതദേഹം രാഹുൽ ശർമ്മയുടെ സോൺ 3-ൽ നിന്നുമാണ് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് രണ്ടും അടുത്തടുത്ത പ്രദേശങ്ങളാണ്. അത് തിരച്ചിലിൻ്റെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ മേഖല തിരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പാലത്തിന് സമീപം, മീനാക്ഷി പാലത്തിൻ്റെ താഴ്ഭാഗങ്ങളിൽ നിന്നാണ്, അതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് 2 മൃതദേഹവും ലഭിച്ചത്. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ബസ് ഈ പാലത്തിനടിയിൽ അപകടത്തിൽപ്പെട്ട് പുഴയിൽ അവിടെ കിടക്കുകയായിരുന്നു. ആ ബസ് ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് ഒരല്പം ബസ് മുഴുവനായിട്ട് എടുത്ത് പൊക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. അങ്ങനെ പുഴയിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അത് മാറ്റിയിടാൻ മാത്രമേ സാധിച്ചുള്ളൂ. ആ മാറ്റിയിട്ടതോടുകൂടിയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്, ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബസ്സിൻ്റെ അടിയിലും ആക്കെയായി ചളിയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് കാണാൻ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ശരി, മുഹമ്മദ് ഷഹീദാണ് തത്സമയ വിവരങ്ങൾ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന്, കള്ളാടിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്.